എന്താ പപ്പക്കും മോൾക്കും അവിടെ പണി? രണ്ടാളും അണ്ടിപ്പരിപ്പ് കഴിക്കണേ. ഇവിടെ അണ്ടിപ്പരിപ്പ് കഴിക്കണമൊക്കെ ഓക്കെ, പക്ഷെ ഇവിടെ ഒരു പൊടിയും പാടില്ല കേട്ടാ. ഹലോ, പൊടി പാടില്ല കേട്ടാ. ഫുള്ള് താഴെ കളിക്കും രണ്ടാളും കൂടി. ഉയിൻ്റെ പനി മാറിയാ? നാളെ സ്കൂളിൽ പോകണ്ടല്ലോ. നാളെ സ്കൂളിൽ പോകണ്ട. ഇപ്പൊ ഭയങ്കര ഇഷ്ടം റോയ്ക്ക് സ്കൂളിൽ പോകാൻ. ആ പോവാ 5 days സ്കൂളിൽ പോയിട്ടില്ല. സ്കൂൾ ബസ്സിൽ അതിൻ്റെ ശേഷം റോയ്ക്ക് ഭയങ്കര ഇഷ്ടം സ്കൂളിൽ പോകാൻ അല്ലേ. ജൂനിയേഴ്സ് ആണ് കാര്യമില്ല, സീനിയേഴ്സ് കാര്യമില്ല. ഇവിടെ ഒരാളെ കണ്ട, ഇവിടെ എന്താ സംഭവം എന്ന് പറയുന്നത്? റോസ് കഴിച്ചിനോടെ എവിടേക്കാ പോകണമെന്ന് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ, എന്നാൽ ഞാനും വരട്ടേന്ന്. വന്നോ, ഡ്രസ്സ് മാറ്റി വന്നു. അവള് പുറത്ത് പോകാൻ വിചാരിച്ചു നിൽക്കണ്. അയലിന് ഡ്രസ്സ് എടുക്കാൻ പോയാ പറഞ്ഞ പോലെയാണ് ഇപ്പൊ റോസ് ഇവിടെ. അയ്യേ, എന്ത് റൂയി ഇപ്പൊ പറഞ്ഞത്? ഇന്ന് റൂയി പോയിക്കോ, റൂയിക്ക് മതിയായില്ല, എന്നാ പോയിക്കോ. പപ്പ മതി മതി പപ്പ, അത് കഴിയും പപ്പ. എന്തിങ്ങനെ റൂയിക്ക് മതിയായാ? ഇന്ന് റൂയി പോയിക്കോ, പപ്പ തിന്നോട്ടെ. എല്ലാം കൂടി വായിലെടുത്ത് കയറ്റണ്ട. പിന്നെ മണത്ത് നോക്കിയിട്ട് കഴിക്കരുത് റൂഹി. റൂഹിൻ്റെ മുടിയൊക്കെ എന്താണ്, എത്ര ദിവസമായി കുളിച്ചിട്ട്? പനിയായിട്ട് കുളിപ്പിക്കാനും പറ്റാത്ത അവസ്ഥയായിപ്പോയി, വല്ലാത്തൊരു പനിയായി. കപ്പ എനിക്ക് മുറിക്കാൻ അറിയില്ലല്ലോ. അല്ല, ഇനിയിപ്പോൾ ഞാൻ നുണ പറഞ്ഞില്ല, ഞാൻ മുറിച്ചോളാം. അതിനേക്കാൾ തന്നെ ഞാൻ മുറിക്കില്ല. ഞാൻ സ്റ്റാൻഡ് വെക്കട്ടെ. അല്ല, ഇതിൻ്റെ ട്രേ എടുക്കട്ടെ. ഇതൊക്കെ എന്തത്? ഇതെന്താണിത്? മാങ്ങ കിളി വാങ്ങി ആകെ മൊത്തം അരപ്പാക്കും. അവിടെ ഞാൻ മുറിച്ചോളാം, അതൊക്കെ ഫുള്ള് കച്ചറാവും. ഹലോ ഞാൻ മുറിച്ചോളാം. എങ്ങനെയോ അതങ്ങനെ ആയി വന്നത്. പിന്നെ ഞങ്ങളൊക്കെ പറഞ്ഞ പണ്ട് പട്ടണത്തില് ഭയങ്കര എക്സ്പേർട്സ്. ഞങ്ങൾ കുടുംബപരമായിട്ട് കപ്പ മുറിക്കും നല്ലത്. ഇതിപ്പോ കാണുമ്പോ എല്ലാവരും വിചാരിക്കും നിങ്ങൾ അവിടെ കപ്പ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ. ഞാൻ കപ്പെടുക്കും. ഇതിപ്പോ ആക്ച്വലി ഞാൻ തന്നെ എടുക്കട്ടെ. ഇതാണ് കപ്പ മുറിക്കൽ. ഇപ്പൊ ഞാൻ ചെയ്യാം. കഴിക്കണ്ട, കഴിക്കാൻ പാടില്ല. അതായത് നിങ്ങൾക്കൊക്കെ മുറിക്കാൻ തന്നാല് അതിന് 10-15 വായിന്റെ അകത്തേക്ക് ഇടയ്ക്ക് പോവല്. ഇക്കി മിക്കാൻ്റെ സിസ്റ്ററൊക്കെ അങ്ങനെയാണ്, ഏത് നേരം എന്തെങ്കിലും ചവച്ചോണ്ടിരിക്കണോ. അത് പാർക്ക് പറ്റി ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ, നിങ്ങൾ വീഡിയോ എടുക്കും. ഭയങ്കര സംഭവം അതോടെ. ഓക്കെ, കമാ. ഇത്ര സിമ്പിൾ. ഇപ്പോ എന്താ പറയാ, മുറം കീടേണ്ട കുഴപ്പമില്ല, ഒന്നുമില്ല. ആ ലെവലിൽ ഇപ്പൊ പോകും. ഇങ്ങനെ പറഞ്ഞിട്ടാണ്. ഓക്കെ ഇപ്പൊ മനസ്സിലായില്ലേ ഈ കപ്പന്റെ ഗുണമാണ്, അല്ലാണ്ട് നിങ്ങൾ മുറിക്കണ ഗുണം എന്താന്നുള്ളത്. കണ്ടാ, എല്ലാവർക്കും പറ്റും. ഓക്കെ.
ഭാഗ്യം നാളെ പോയത്. ഇതിനി നല്ലപോലെ എടുത്താൽ ഞാൻ സമ്മതിക്കും. ഞാൻ പണ്ട് കപ്പ മുറിക്കല്ലേ നിന്റെ പണി. ഓക്കെ, നമ്മളിപ്പം അതൊരു കഥയാക്കും. ഇല്ല ആക്കും, ഞാൻ ആക്കി തരും. എൻ്റെ പൊന്നെ ഈ അറ്റത്തെ മുറിച്ചൂടായിരുന്നു. അത് മുറിക്കാറുണ്ട് പായല്ലോ. പിന്നെ ആയില്ലേ ഇതോ കപ്പൊക്കെ നമ്മള് കൊല്ലത്തിൽ ഒരിക്കലും തോല് ഒളിക്കാന്ന് അല്ലാണ്ട് ചുരണ്ടി എടുക്കാന്നല്ല. നല്ല കപ്പല്ലേ? ഞാൻ മുറിച്ചത് മറന്നു. അറിയില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പറഞ്ഞ പോലെ. ഇതിലൊക്കെ മണ്ണാണ്. ഞാൻ നേരത്തെ പാത്രം ചോദിച്ചു ചെറുതായിട്ട് പോയി പഠിക്ക്. എന്റെ മുടി ഇങ്ങനെ നോക്കിക്கிறது. മകളെ പാതി മലരെ അല്ലേ കക്കാൻ തോന്നണം. ഇനി അത് വലിയിട്ട് അവിടെ ഇതാക്കട്ടാ. ഓ സോണപ്പോ ഇനി ചെറുതാക്കാൻ നല്ല സോഫ്റ്റ് ഇനി ചെറിയ പപ്പാന്റെ പപ്പ കണ്ട് ഇത് വീഡിയോ തരാ. പോയി പപ്പാന്റെ ബർത്ത്ഡേക്ക് കാർഡാണ് യൂട്യൂബിലൊക്കെ ഉണ്ടാക്കിയതല്ലേ. ഡോക്ടറെ പപ്പാനെ പോപ്പൊന്നൊക്കെ എഴുതറിയോ റൂയിക്ക്? യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയാണ് റൂഹിമോള് വരച്ചതാണ്. പപ്പാന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എടുത്താണ് അല്ലേ റൂയി? നല്ല കുട്ടിയാണ് റൂയി, വേറെ എവിടെ ഇല്ലെങ്കിൽ. ഈ കപ്പൻ്റെ തൊലി വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാനുണ്ട്. എന്താണ് കപ്പൻ്റെ തൊലി, പിന്നെന്താണ് മുതിര പയറ് ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇപ്പൊ തന്നെ തിളപ്പിച്ച് വെള്ളത്തിലിട്ടേക്കണം. എന്തിനാ? കപ്പ കുക്ക് ചെയ്യാണ്ട് അതിൻ്റെ വെള്ളം കളഞ്ഞല്ലാണ്ട് ഉപയോഗിക്കാൻ പാടില്ല. കുക്കർ നമ്മളെ നിങ്ങളെന്താ തപ്പണ്? കുക്കർ ഇതാ ഈ ഷെൽഫിലാണ്. എപ്പോഴെങ്കിലും കിച്ചണിൽ വന്നാലേ കുക്കർ കാണുള്ളൂ. ഇത്രയും കുഞ്ഞില്ലേ ഈ പറഞ്ഞു കുഞ്ഞാൻ്റെ എടുത്തോളൂ. അത് താത്ത വിശ്വസിച്ചിട്ട് കുഞ്ഞിയെടുത്തെന്ന് പറഞ്ഞത്. നിങ്ങൾ വിശ്വസിച്ചത് കുഞ്ഞിയെടുത്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇതുവരെ കുഞ്ഞിയെടുത്ത് അവിടെ നിന്നിട്ട് അയ്യോ ഉമ്മ ഓടി വന്നിക്കണം. മോനെ അടുക്കളയിൽ കയറിയപ്പോൾ പോലെ നീ താണു വിചാരിക്കും നിങ്ങൾ ഇവിടെ ഭയങ്കര ഷെഫാണ്. ഓക്കെ, ഇങ്ങനെയാണ്. അല്ല കഷ്ണാക്കണ്ടേ? പുഴുങ്ങിട്ട് മറ്റേ ചമ്മന്തി ഉണ്ടാക്കാനാ? ഞാൻ ചെറിയുള്ളി വെളുത്തുള്ളി തൊലിക്കട്ടെ? അതെയാ? ചീനമുളകില്ല ഇല്ല ഇല്ല ഇല്ല. പച്ചമുളക് എടുക്കാം. ഇതിലേക്ക് ഉപ്പിടണം കേട്ടോ, ഉപ്പ് മറക്കണ്ട. ഇല്ല. ചുവപ്പ് മുളക് പച്ചമുളക് രസം ഉണ്ടാവില്ല. പിന്നെ എരിവല്ലേ?
അല്ലാ അത്ര വെള്ളം പ്രഷർ കുക്കർ പോട്ടാ അവൻ പറ്റില്ല. അത് കഴിയില്ല. ഞാൻ കഴിയില്ല. ഞാനിതന്നെയല്ല ഇപ്പൊ നേരത്തെ പറഞ്ഞത്. അല്ല ഇതന്നെയല്ല ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വിശ്വസിക്കൂല. അത് മോള് വിസിൽ വരുമ്പോഴേ ഒന്നാകട് മേലക്ക് വരും കേട്ടാ. ഉപ്പിട്ടിക്കണോ? ഒന്ന് അത് ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് ടേസ്റ്റ് വേണം. എന്നാലേ വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ ഇപ്പം ഞാൻ ചെയ്താൽ പോലെ. എനിക്കിപ്പോൾ ഒരു വീഡിയോ ആവും. എനിക്കൊരു കോണ്ടൻ്റായി. ഇക്ക കുക്കിംഗ് എന്തേ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടില്ലല്ലോ. വർഷങ്ങളായി. അതെവിടെ ഇടുന്നറിയോ? പറയാം എട്. ആദ്യം കൺഫ്യൂഷൻ ഇല്ലായിരുന്നോ? ഇന്നൊന്നും കാണാൻ പറ്റുന്നില്ല. മിഞ്ഞാന്ന് തുടങ്ങി കേട്ടോ. അറിയില്ലേ എത്ര വിസിൽ വേണം? എത്ര വിസിൽ വേണം? അല്ല എന്നാ ഞാൻ പറയാം. എന്താ അറിയോ, ഒരു വിസിൽ ചെയ്താൽ മതി. ഇത് നല്ല ഇളയതാണ്, പെട്ടെന്ന് കുക്കാവും കേട്ടോ. അളിബിലേറ്റുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇനി വേറെ ഉണ്ടായി തരേണ്ടി വരും. ഇത് ഇനി മറ്റേറ്റാക്കണോ താത്ത? എന്താണ് പ്രഷർ കുക്കറിൽ വെക്കണോ? ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ കപ്പയുടെ തൊലി തിളപ്പിച്ച് ഉപ്പിട്ട് തിളപ്പിക്കണോ? വേണ്ട. തിളപ്പിച്ചിട്ട് ഇത് നാളെ തന്നെ ഉണ്ടാക്കേണ്ടി വരും. തിളപ്പിച്ചെടുത്തേക്കാൻ പറ്റില്ല. കാണാം. ഇത് ഇതിനും കൂടെ വെച്ചതാ. ഞാൻ വോയിസ് കേൾക്കൂല. ഇതെടുക്കാം. നിനക്കല്ലേ പിന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. വെറുതെ രസത്തിന് കിടന്നോട്ടേക്ക് എല്ലാം കൂടെ ഇട്ടിടണം. ഞാനല്ലേ തൊലിക്കണത്. അപ്പോൾ കുറേ കൊണ്ടുവരും. നിങ്ങൾ മര്യാദക്ക് നല്ലൊരു പാട്ട് പഠിക്കുള്ളൂ. എന്നാൽ പിന്നെ ആൾക്കാർക്ക് ബോറടിക്കൂല. എനിക്ക് എൻ്റെ വീഡിയോക്ക് റീച്ചും കൂടും. ഇക്ക പാടിയാൽ ഭയങ്കര റീച്ചാണ്. അല്ല ഈ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ പാടിയപ്പോൾ എന്താണ് നമ്മളിവിടെ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്താലും ഒരു റീച്ചും ഇല്ല. ഹലോ, ഞാൻ എന്നെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് മുറിക്കട്ടെ. ഒരു പാത്രം എടുത്തരോ? നല്ല ഉള്ളി തൊലി പാറി പോകും. ഞാൻ കൊടുക്കില്ല. വേറെ കാര്യം കപ്പ ആയിക്കൊണ്ടിരിക്കുന്നു. കപ്പയ്ക്ക് ചമ്മന്തി മാത്രമേ ഉള്ളൂ. പറ, ചമ്മന്തി മാത്രമേ ഉള്ളൂ. ഇല്ല, വേറൊരു സാധനം ഉണ്ടല്ലോ. ഞാൻ അത്തേ ഇത് അതല്ല, ഇത് മറ്റേ ചെള്ളിയും മാങ്ങയുള്ള അച്ചാറെന്ന് ഇന്നാള് ചന്തയിൽ നിന്ന് കൊണ്ടുവന്നല്ലേ. നല്ല ടേസ്റ്റാണ്. ഒരു ബോട്ടിൽ തീർത്തു. ഇത് മാങ്ങ മാത്രം. ഒരു സംഭവം കൂടി കാണിച്ചു കൊടുക്കണേ.
കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചായിരുന്നു. ഇത് ഫാമിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു. ഞാൻ ഒരു ദിവസം വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഫാമിൽ നിന്ന് ശുദ്ധമായിട്ടുള്ള പശു നെയ്യിൻ്റെ വീഡിയോ. നെയ്യ് ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്ത അടിപൊളി ഗീയാണ്. എൻ്റെ ഫേസ് കാണിക്കണ്ട. അപ്പോൾ ഇത് ഞാൻ എന്താ പറയുക, വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ അന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനിതാ ഈ ഒരു ബോട്ടിൽ മുഴുവനായിട്ട് യൂസ് ചെയ്തിട്ടോ. ഭയങ്കര ടേസ്റ്റ്. വേറൊരു വലിയ ഉണ്ടായിരുന്നില്ല. ഇല്ല, ഒരു ബോട്ടിലാണ്. ഒന്ന് ഞാൻ ഓൾറെഡി ഒഴിവായി. ഇതേപോലെ 2 ബോട്ടിൽ മുമ്പ് വാങ്ങിച്ചിരുന്നു. അതിൽ ഒരു ബോട്ടിൽ കഴിഞ്ഞു, രണ്ടാമത്തെ ബോട്ടിൽ കഴിഞ്ഞു. 500 ml. 1 ലിറ്ററിന്റെ വേറെ എന്താ ഉണ്ടായിരുന്നു? 1 ലിറ്ററിനുണ്ടായിരുന്നു. ശരിയാണ്, ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുട്ടികൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ വിശ്വസിച്ച് നമുക്ക് കഴിക്കാം. കാരണം ഇതിൽ വേറെ ഒരു പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ നേരിട്ട് പോയി കണ്ടതാണ്, വീട്ടിലുണ്ടാക്കുന്നതാണ്. ഇപ്പം ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ കൊണ്ട് വീട്ടിലാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 കുപ്പി ഓർഡർ ചെയ്തു. അതിൽ 2 ദിവസം കൊണ്ട് തന്നെ കുപ്പിൻ്റെ ബോട്ടിൽ ഇതാ ഇത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി നെയ്യ്. വേണ്ടവർക്ക് ഞാൻ നമ്പർ കൊടുക്കാം. നമ്പർ മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വേണ്ടവർ ചോദിച്ചോളൂ, ഞാൻ നമ്പർ തരാം. ഇനി നമ്മളുടെ ഇട്ടോളാം. ഓക്കെ. അതുപോലെ തന്നെ ബട്ടർ ഉണ്ട്. ബട്ടർ ഞാൻ ഒന്ന് പൊട്ടിച്ചിട്ടാ. ഞാൻ കുറച്ച് മുമ്പ് വെറുതെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി അതിൽ ഏതോ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. മേലെ കാണാം. അല്ല. ഓക്കെ. ബട്ടർ ഞാൻ അന്ന് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഒരു ബോക്സിലായിരുന്നു. ഞാൻ അവിടെ പോയതുകൊണ്ട് ഇപ്പോൾ അവർ ഇതുപോലെ ഒരു ബോട്ടിലാണ് അയക്കുന്നത്. 2 ദിവസം വരെ. ഇതിപ്പോൾ എനിക്ക് കൊറിയർ അയച്ചതാണ്. ഞാൻ ഓർഡർ ചെയ്തിട്ട് വീണ്ടും ഓർഡർ ചെയ്തതാണ്. അതാ കുട്ടികൾക്കൊക്കെ നല്ലതാണ് കൊടുക്കുന്നത്. അത്രയും വിശ്വസിച്ച് കഴിക്കാം. കാരണം ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. വിശ്വസിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ. വേണ്ടവർക്ക് ഞാൻ നമ്പർ കൊടുക്കാം. ബട്ടറും നെയ്യും ആയിട്ടാണ് എടുത്തുള്ളത്. ശുദ്ധമായ പശു നെയ്യ്. അല്ല വേറെ എന്തുണ്ടല്ലോ. ബാക്കിയൊന്നും ഇപ്പോൾ അവർ ഹോം ഡെലിവറി ചെയ്യില്ല. മോരുകറി ഉണ്ട്. മോരുകറി പിന്നെ അങ്ങനത്തെ ഉണ്ട്. പക്ഷെ അതൊന്നും ഹോം ഡെലിവറി ഇല്ലാന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അതിൽ മത്തൻ്റെ വായൻ്റെ എന്താണ് പയറിൻ്റെ ഫ്രിഡ്ജ് കാണിക്കരുത്. സോറി പയറിൻ്റെ പയറ്റിൻ്റെ അല്ല, പയറിൻ്റെ അല്ല, പയറ്റിൻ്റെ അല്ല. എന്തായാലും മനസ്സിലായില്ലേ. അല്ലെങ്കിൽ പയറില്ല എന്ന് പറയും. കുട്ടി നോക്കിയത് ഇത് ഓണാക്കണ ഓഫ് ചെയ്യണ ഫോണ്. ഇത് ഞാൻ കപ്പ് എടുക്കാൻ വേണ്ടി വന്നിരുന്നു. വിസിൽ വരാറായി തോന്നുന്നു. ഇത് തീ ഓർക്കണോ? സൗണ്ട് വരുന്നുണ്ടല്ലോ. തിളക്കുന്നുണ്ട്, സൗണ്ട് വരുന്നുണ്ട്. ഇത്ര നേരം കുടിച്ചിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പോയില്ലേ നെയ്യിനെ പറ്റിട്ട്. എൻ്റെ കപ്പ ഒരു അടുപ്പിൻ്റെ പൊസിഷൻ മാറ്റി. എന്താ കപ്പത്തോല് ഇതിൽ കപ്പയുണ്ടല്ലോ. അത്താ കുറച്ച് ഇറച്ചില്ല. അത് പറഞ്ഞപ്പോൾ കുറച്ച് ഇതുണ്ടല്ലോ, ആട്ടിൻ്റെ ഇതുണ്ടല്ലോ. അപ്പം ഉണ്ടാക്കണം. അപ്പം ഉണ്ടാക്കണം. കുഴപ്പമില്ല, നാളെ ഞാൻ ഉണ്ടായിക്കോളാം കേട്ടോ. മറക്കല്ലേ. എവിടെ വെച്ചിട്ടുള്ളത്? മതി. ഇത് ചമ്മന്തി ഉണ്ടാക്കാൻ തന്നെ അല്ലേ? കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം. നാളെ ആട്ടിന് കൊടുക്കാം. സൂപ്പ് ഉണ്ടാക്കണം. ഇന്ന് അച്ചാറുണ്ട്. അച്ചാർ കൂട്ടിട്ട് എങ്ങനെ കപ്പ് ചെറിയ അച്ചാറല്ലേ? എന്താണെങ്കിലും പക്ഷെ നല്ല മീൻകറി വേണമെന്നില്ല. അല്ലെങ്കിൽ മീൻകറി ഉണ്ടാകുമ്പോൾ കട്ടൻ ചായ അത്ര രസമില്ല. പപ്പാനെ ഇങ്ങനെ ഒട്ടി നടന്നു. അങ്ങോട്ട് പപ്പാക്ക് പനി കൊണ്ട് കൊടുത്താടാ. നാളെ സ്കൂളിൽ പോണോ? പോണ്ട. ലീവ് എടുത്തോ? കാണണ്ട. പപ്പ കൊണ്ടുപോയി തരാം. അല്ല ബസ്സില് പോണ്ടി. പപ്പ കൊണ്ടുപോയി തരണ്ടേ? ബസ്സിൽ പോയാൽ മതിയാ. വെരി ഗുഡ്. ഇനി ചോദിക്കണ്ട, ചിലപ്പോ കുടുങ്ങും. അടിക്കുമ്പോൾ ഓഫാക്കണം. അതാ വിസിലടിച്ച് കഴിഞ്ഞിട്ട്
എന്തായി എൻ്റെ ബർത്ത്ഡേക്കാണ് പാവം. അപ്പോൾ നമ്മുടെ പുതിയ കല്ലത്തിലാണ്, പുതിയ കല്ലല്ല, കുറേ ദിവസമായി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇതിനാണ് നമ്മൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പച്ചമുളക് എടുക്കട്ടെ കേട്ടോ. ഞാൻ ഉണ്ടാകട്ടെ, ഞാൻ 2 ഉള്ളി ചതക്കുന്നുണ്ട്. എരിവ് അധികം വേണമെന്നില്ല. എന്ത് ഏത് കഷ്ണം വെക്കണം? അപ്പോൾ ആദ്യം മുളകിട്ടിട്ട് ഒന്നിട്ടിട്ട് പിന്നെ വേണം തീർച്ചയായും. ഇല്ല. ഓക്കെ, ഒന്ന് മതി. ഓക്കെ, എല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ടോ ചേർക്കാൻ പറ്റില്ല, കുറച്ച് ലൈറ്റ് ഇല്ലല്ലോ ഇവിടെ. ഇങ്ങനെ ഓക്കെ, മതിയോ? ഇതിപ്പോൾ ഞാനിങ്ങനെ ചക്ക കകര് പറഞ്ഞ കേൾക്കണമെന്നില്ലേ? ഞങ്ങൾ ചെയ്തത് എല്ലാ കകര് പറഞ്ഞു എല്ലാം കൂടി ഒരുമിച്ചിട്ട് കണ്ട അടുത്തത് ഇതവിടെ എത്തി. നല്ല ശീലമുള്ള ആളാണ് ഈ ചെയ്യുന്നത്. അങ്ങനെ തന്നെ. നമുക്ക് ഒരുപാട് ചമ്മന്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കല്ലത്തിൽ ചമ്മന്തി ഉണ്ടാക്കുക. ഉപ്പിടണ്ടേ? ഭയങ്കര എക്സ്പേർട്ട് ആണല്ലോ. കുറച്ച് വിട്ടിട്ടെ. ഞാൻ കുറേ ചതച്ച് ഇടട്ടെ. ഇതൊന്ന് നോക്കിക്കാൻ തേക്കൂലട്ടോ. ഉപ്പിട്ടാൽ തേക്ക് പോകില്ലാന്ന്. വെയിറ്റ്, ഞാൻ ഉപ്പ് കൊണ്ടുവരട്ടോ. ശരിയുന്നുണ്ട് അല്ലേ? നിങ്ങൾ ചെറിയുള്ളി തൊലിക്കാൻ പറയുമ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. ചമ്മന്തി ഉണ്ടാക്കിയ ചെറിയുള്ളിക്ക് എന്ന് പറയാറില്ലേ? അല്ല, ചെറിയുള്ളി ചമ്മന്തിക്ക് ചെറിയുള്ളി ഉണ്ടാക്കൂ. അതെ, ഇങ്ങനെ ആക്കല്ലേ? ഞാൻ ചതച്ച് ഒതുക്കിയിരിക്കുകയാണ്. അല്ല, അങ്ങനെ ആക്കണ്ട. അത് ചതി ടേസ്റ്റ് ഉണ്ടാവില്ല. അല്ല, അത് വേണ്ട. എന്ത് ചെയ്യേണ്ടത്? ചെറിയ ചെറിയ കഷ്ണങ്ങൾ. എന്ത് ചെറിയ ചെറിയ കഷ്ണം? അതാണ് രസം ശരിക്കും. എങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ? അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണം അത് കത്തിയോ? ഞാൻ ചെയ്തോളാം. എന്താ ഞാൻ ചെയ്ത? ഇനി ഒരു പച്ചമുളക് കൂടെ ഇടണം. ഉണ്ടാവില്ല. ആക്കിക്കോളാം. കണ്ണട ചെയ്യുന്നല്ലേ? എന്ത് മുളക് കണ്ണിക്ക് തെറിച്ചാൽ രസമുണ്ടല്ലേ കൽവ? അമ്മീൻ്റെ ആവശ്യമില്ലല്ലോ. അമ്മീൻ്റെ ആവശ്യമില്ലല്ലോ. കണ്ട 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 ഞാൻ ഒന്നിങ്ങനെ അമർത്തിയപ്പോൾ തെറിച്ചപ്പോൾ കുഴപ്പമില്ല. ഈ തെറിച്ചതാ അല്ല, ഒരു മിനിറ്റ്. ഞാൻ നിന്നോട് അങ്ങനെ ഒരുമിച്ച് ഇടണ്ട, തെറിക്കുന്നേ പറഞ്ഞത്. ഞാൻ ഇട്ടാൽ തെറിക്കൂല എന്ന് പറഞ്ഞില്ല. ശരിയായിപ്പോൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, വെളിച്ചെണ്ണ, ഇതാണ് നമ്മുടെ ചമ്മന്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഒന്ന് നീച്ചിട്ട് ഒന്ന് വന്നിട്ട് ഇങ്ങനെ കാണിക്കും. എന്ത് കാണിക്കുന്നു? എന്നെ കാണിക്കണം. ഈ പച്ചമുളക് വാട്ടിയതൊക്കെ പോരെ? ആദ്യം ഒന്ന് വായിൽ വെച്ച് നോക്കാൻ കണ്ടെന്ന് കാക്ക ടേസ്റ്റ് നോക്കിയിട്ട്. കാക്ക ടേസ്റ്റ് നോക്കിയില്ല. എല്ലാം കൂടെ ഒന്നിങ്ങനെ ഇതിന്മേലെ കുറച്ച് ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ. ഓക്കെ, കൈകൊണ്ട് ഇങ്ങനെ കുഴക്കുമ്പോൾ പലർക്കും പലതും തോന്നുമായിരിക്കും. പക്ഷേങ്കിൽ ഇതിങ്ങനെ ആക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അടിപൊളി. ഇത് ശരിക്കും കുനുകുന അരിഞ്ഞിട്ടുള്ളതാണ് കാണാൻ ഭംഗിയത്. പക്ഷേ ഇതിങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതാണ് നമ്മളെ എന്തിലോട്ടുള്ള ചമ്മന്തി. കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കട്ടെ.
കുറച്ച് ഇതിൽ വെളിച്ചെണ്ണ കുറേ വേണം, അപ്പോഴാണ് ആ ഒരു നല്ല എരിവും വേണം. കുറച്ച് എരി ഇടണോ? എരിവ് അമ്മി ക്ലീനാക്കാം. നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഈ കപ്പ റെഡി ആവട്ടെ. ഇവിടെക്കട്ടെ. കപ്പൻ്റെ തോല് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പിട്ടിക്കണോ താത്ത? ഇടൂല. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. എത്ര മിനിറ്റ് വേവിക്കുന്നുണ്ട്? അതിൻ്റെ തോല് കളഞ്ഞിട്ട് കുറച്ച് നേരം വേവിക്കാം. ചെറിയുള്ളിൻ്റെ തോല് മുഴുവൻ ഇവിടെ ചോറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉമ്മ. ചെറിയുള്ളി ഇപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നിർത്തക്കട്ടെ. ഇത്രയും നേരം അതിൻ്റെ തൊലി എടുത്ത് ഒഴിവാക്കിയിരുന്നു ഉമ്മ. നമ്മുടെ സ്റ്റോർ റൂമാണ്. നിങ്ങൾ പാടിടേ, നല്ലപോലെ പാടി, അല്ലെങ്കിൽ പിന്നെ പാടില്ലേ. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. കാരണം ഒരൊറ്റ വിസിലടിച്ചിട്ടുള്ളൂ. ഇത് ഓട്ടപാത്രത്തിലോട്ട് ആക്കട്ടെ കേട്ടോ. ഒരു കഷ്ടം സുലൈമാനി കഴിക്കാൻ ഉറക്കമില്ല. ഇത് പറ്റക്ക് ഉറക്കണമെന്ന് സംശയം ഇല്ലാതില്ല. ഒന്നുകൂടി മിക്സ് ചെയ്ത് ഇത് ഫ്ലാസ്കിൽ നിന്ന് നിങ്ങൾ പറഞ്ഞില്ല ഫ്ലാസ്ക് വെച്ചുണ്ടാക്കണ്ട. ചുഴി അല്ലേ ഉദ്ദേശിച്ചത്? നീ അതല്ല ഉദ്ദേശിച്ചത്. റോസു പൊട്ടാറ്റോ ചിപ്സ് വേണോ? റോയ്ക്ക് പൊട്ടാറ്റോ അച്ചാറ് മേച്ചിട്ടേക്കാം. റോയി കുട്ടികളെ നാളെ സ്കൂൾക്ക് എന്താ കാലിക്കണം. നല്ല പോലെ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. ലൈവ് വോയിസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ വീഡിയോസാണോ വേണ്ടത്, അതോ ഞാൻ വോയിസ് കൊടുത്തിട്ടുള്ള വീഡിയോസാണോ വേണ്ടതെന്നുള്ളത് കമൻസിലൊന്ന് അറിയിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും. ബൈ. താങ്ക് യു.